ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചെറിയ കുഞ്ഞു കുക്കിംഗ് വീഡിയോ ആണ്. കക്ക ഇറച്ചി എങ്ങനെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളൊരു കുഞ്ഞ് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. കക്ക ഇറച്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അഴുക്കെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വലിയ സൈസ് കക്ക ഇറച്ചിയാണ് കിട്ടിയത്. അപ്പം നമ്മൾ ആദ്യം മഞ്ഞൾ പൊടിയും ഉപ്പും കൂടിയിട്ട് വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. കഴുകി വെച്ച കക്ക ഇറച്ചി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട്. കക്ക ഇറച്ചി ഇതിൻ്റെ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ടത് സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇപ്പം നമുക്കിന്ന് തയ്യാറാക്കാം. ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ ഉപയോഗിച്ചാൽ മതി. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കുക. സബോളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ എളുപ്പം നമുക്കത് വഴന്ന് കിട്ടും. സബോള ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളകും കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് പച്ചമുളക് മാറുന്നിടം വരെ മൂപ്പിച്ചെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കതിന് വേണ്ട മസാലകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, ചിക്കൻ മസാല, സ്വല്പം മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത് വേവിച്ചുകൊണ്ട് എടുത്തിട്ടുള്ളൂ. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം ആദ്യം. അപ്പം നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ടിവിടെ പച്ചമണം മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കക്ക ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് മുമ്പേ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ എരിവ് വേണമെങ്കിൽ കുറച്ച് കുരുമുളകും കൂടെ ഇട്ടിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഇട്ടൊന്ന് 2 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ മതി. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞു